ഹലോ. ഉച്ചമയക്കത്തിലായിരിക്കും എല്ലാവരും. ഞാനേ ഇന്നലെ ഇങ്ങനെ പറഞ്ഞുവല്ലോ, ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ട്, ആരെങ്കിലോ കാണുന്നുണ്ട്, ആരുടെയൊക്കെ കാണുന്നില്ല എൻ്റെ വീഡിയോസ്. പക്ഷേ ഇറ്റ്സ് ഓക്കെ. എനിക്ക് നിങ്ങൾ തരുന്നത് ഒരു സൗഹൃദമാണ് കേട്ടോ. എന്നെ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഞാനെന്തോ പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന ആളും നിങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ വന്നിരിക്കുന്ന പ്രേക്ഷകരും അങ്ങനെയൊന്നുമല്ല. എനിക്ക് സംവദിക്കാനുള്ള കൂട്ടുകാരാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആരോ പറയണ്ടേ, സുജയാണെന്ന് തോന്നുന്നു. സുജ പറഞ്ഞു ചേച്ചി ഫിൽറ്റർ ഇട്ട് ചെയ്യുമെന്ന്. നോക്കൂ, അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അസൽ രൂപമായിരിക്കില്ലല്ലോ നിങ്ങൾ കാണുന്നത്. നിങ്ങൾ എന്നെ കാണുന്നത് ഒരു മനോഹരിയായ ഒരു സ്ത്രീ ആയിട്ടായിരിക്കില്ലേ. നമ്മളിവിടെ വന്നിരുന്ന് പറയുന്നത് ജീവിതഗന്ധികളായ കാര്യങ്ങളല്ലേ. ഞാൻ എങ്ങനെ ഇരിക്കുന്നുവോ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഇടാനൊക്കെ ആയിട്ട്. ഞാൻ എന്താ പറയുക, ഫിൽറ്ററൊക്കെ ഇട്ട് നോക്കുമ്പോൾ ആഹാ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഞാനല്ല അത്, ഞാൻ ഇതാണ് കേട്ടോ. അപ്പോൾ എന്നെ ഇങ്ങനെ കണ്ടിട്ട് വന്ന് കേൾക്കുന്നവരാകുമ്പോഴേ എനിക്ക് കുറച്ചുകൂടെ സൗഹൃദം നന്നായിട്ട് തോന്നും. കാരണം എൻ്റെ തൊലിപ്പുറത്തുള്ള സൗന്ദര്യമല്ലല്ലോ കാര്യം എന്ന് നിങ്ങൾ അറിഞ്ഞതുകൊണ്ടാണല്ലോ എൻ്റെ ടോക്സ് കേൾക്കുക അല്ലേ. അല്ല, ആ കുട്ടി പറഞ്ഞത് എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ ഈസി ആയിരിക്കും, ഇന്നത്തെ ലോകം അങ്ങനെയാണല്ലോ. സുജ എൻ്റെ നല്ലപോലെ കേൾക്കുന്ന നല്ല ബുദ്ധിമതിയായ ഒരു പ്രേക്ഷകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം ചിന്തിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അതെൻ്റെ പ്രിൻസിപ്പിൾസിന് എഗൻസ്റ്റ് ആണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇവിടെ പറയുന്നത് നമ്മളായിട്ടിരിക്കണം എന്നാണ്. നമ്മളെപ്പോഴും നമ്മളായിട്ടിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഈ നമ്മളല്ലാതെ ഇരിക്കാൻ പറ്റും. ഇതുപോലെ ഫിൽറ്ററൊക്കെ ഇടാം. ഫിൽറ്റർ ഇടുന്നതിലൊന്നും തെറ്റേ ഇല്ല, എല്ലാവരും ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻസ് തോന്നും, ഞാനൊരു കൊച്ചു സുന്ദരിയാണല്ലോ എന്നൊക്കെ തോന്നും. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ആവശ്യമാണ് ലൈഫിൽ. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന ഈ ടോപ്പിക്സ് ഉണ്ടല്ലോ, അതായത് എനിക്ക് കേൾക്കുന്ന ആൾക്കാർ എന്നോട് ഇഷ്ടം തോന്നിയിട്ട് വരുന്ന ഈ വളരെ കുറച്ച് ആൾക്കാരുണ്ടാവും. 1200 1300 പേര് എപ്പോഴും കേൾക്കുന്നുണ്ട്. അത് മതി എനിക്ക്. അത് കേൾക്കുമ്പോൾ അവർക്കുള്ള സന്തോഷവും അതൊക്കെ അവരെ താഴെ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ, അത് മതിയല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു സുജ താങ്ക്സ് എ ലോട്ട്. എന്തിനാന്ന് വെച്ചാലേ സുജ പറഞ്ഞത് കറക്റ്റാണ്. അങ്ങനെ ചെയ്താൽ മാത്രം പെട്ടെന്നൊരു ഗ്ലാമർ പോലെ തോന്നിയിട്ട് ആൾക്കാർ വന്ന് ക്ലിക്ക് ചെയ്യും. അതൊക്കെയാണ് ക്ലിക്ക് ബൈറ്റ്സ് ഒക്കെ എല്ലാവരും ചെയ്യുന്നതും. പിന്നെ മൂവീസിലൊക്കെ അവർ മേക്കപ്പ് ഇട്ട് വരുന്നതിനായി മോഹൻലാലിനും മമ്മൂട്ടിക്കൊക്കെ ഇത്രയും ഗ്ലാമർ ഇപ്പോഴും ഉള്ളത് എന്തുകൊണ്ടാണ്? മമ്മൂട്ടിക്ക് ഉണ്ട്, മോഹൻലാലിൻ്റെ വേറൊരു ടൈപ്പ് ഓഫ് ഭംഗിയല്ലേ. അതിനെ ഭംഗിയെന്നല്ല പറയുന്നത്, ഒരു ആനച്ചന്തല്ലേ. അപ്പോൾ ആ ചന്തത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇത് പറഞ്ഞിട്ടോ. പക്ഷെ താങ്ക്സ് എ ലോട്ട് സുജ. നിങ്ങൾ പറഞ്ഞത് ഞാൻ ഒട്ടും എന്താ പറയുക, ക്രിട്ടിസൈസിങ് രൂപത്തിലല്ലാട്ടോ കണ്ടേക്കണേ. കീപ് വാച്ചിങ്, കീപ് കമൻറ്റിങ്. കാരണം എനിക്ക് അത് നിങ്ങൾ കുറച്ച് പേര് കേൾക്കുന്നവരാണെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ ആ ടോക്സിനോട് ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്ന എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ എനിക്ക് ഇതൊക്കെ മതിയെന്ന് തോന്നി. എന്നാലും നോക്കാം ഞാൻ. പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഒരെണ്ണം ഫിൽറ്റർ ഇട്ടിടാം കേട്ടോ. ട്രൈ ചെയ്യാം ഞാൻ കേട്ടോ. സുജ ഒന്നും വിചാരിക്കേണ്ട, ഒരെണ്ണം ഫിൽറ്റർ ഇട്ട് ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾ പറയും ചേച്ചി ഇത് തന്നെയാണ് നല്ലതെന്ന് പറയും. കാരണം ഞാനങ്ങനെ നോക്കിയിട്ടുണ്ട്, എനിക്ക് തന്നെ എന്നെ ഇഷ്ടമായിട്ടില്ല. അങ്ങനെ ഇടുമ്പോൾ എന്തൊക്കെയോ പോലെ ഇവിടെ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇങ്ങനെ ചുമന്ന് വരും, പിന്നെ ഈ കളറൊക്കെ അങ്ങ് വെളുപ്പിക്കും. അയ്യോ, അങ്ങനെ തന്നെയാണോ ഇത് എന്ന് ഞാൻ വിചാരിക്കും. നമ്മുടെ എന്താ പറയുക, നിങ്ങൾ ഈ ദേവരാഗം എന്ന് പറഞ്ഞ സിനിമ കണ്ടിരുന്നോ? അതെ, ഈ പച്ചയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഈ പച്ച എടുത്ത് കൊടുക്കുമ്പോൾ മുഴുവനും എനിക്ക് ആ സിനിമ ഓർമ്മ വരും. ദേവരാഗത്തിൽ ശ്രീദേവിനെ ഇങ്ങനെ പറ്റിക്കുന്നുണ്ട് കൂട്ടുകാരികൾ. മറ്റേ ആൾ നമ്മുടെ ഇതിനെ ലൈനടിക്കാൻ നോക്കുമായിരുന്നല്ലോ, നമ്മുടെ അരവിന്ദ് സ്വാമിയെ. അപ്പോൾ അരവിന്ദ് സ്വാമി പറഞ്ഞു അത്ര, പച്ച ചേച്ചിക്ക് നന്നായി ഇണങ്ങുന്ന ഈ പിള്ളേരെ കോഴിക്കോട് ഈ ചേച്ചി പോയിട്ട് ശ്രീദേവി പോയിട്ട് പച്ച സാരി, പച്ചക്കമ്മൽ, പച്ചപ്പൊട്ട്, പച്ച റിബൺ ഒക്കെ വരെ ഇട്ടിട്ട് വന്ന് തത്തേ പോലെ നിൽക്കും. അതുപോലെയായിരുന്നു എനിക്കിന്ന്. ഞാൻ ഈ സാരി ഇട്ടപ്പോൾ ഞാൻ ആക്ച്വലി വേറെ ഒരു പൊട്ടെടുത്ത് കുത്തിയതാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, എനിക്ക് പെട്ടെന്ന് ഈ സിനിമയുടെ കാര്യം ഓർമ്മ വന്നു. ഞാനത് എടുത്തിട്ട് പച്ചക്കിളിന്ന് തമിഴിൽ പറയണ തത്തയായിട്ടാട്ടോ ഞാൻ വന്നിരിക്കണേ. എനിക്കൊരു വലിയ ഇഷ്ടമുള്ള ഒരു കസിൻ്റെ ഭാര്യയുണ്ട് കേട്ടോ. ശ്രീദേവ് ചേച്ചി എന്നാണ് പേര്. തത്ത ചേച്ചി എന്നാണ് വിളിക്കണത് എല്ലാവരും. തത്തേന്നാണ് ചേച്ചിയെ വീട്ടിൽ വിളിക്കണത്. എൻ്റെ കസിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ആ ചേട്ടനും ചേച്ചിയെ വീട്ടിൽ വിളിക്കുന്നത് തത്തേന്നാണ് വിളിക്കുന്നത്. എന്ത് രസമല്ലേ. പിന്നെ വേറൊരു കസിൻ്റെ ഭാര്യയുണ്ട്, ബാസിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ ഭാര്യേനെയും, ചേച്ചിയുടെ പേര് നല്ല അടിപൊളി പേരാണ് കേട്ടോ. ഇതുപോലെ മണിമേഖല എന്നാണ് പേര്. പക്ഷേ വീട്ടിൽ വിളിക്കുന്നത് പച്ച ചേച്ചി എന്നാണ്. ഇപ്പം ഞാൻ ഈ പച്ചസാരി എടുത്തപ്പോഴേ എനിക്ക് അവരെയൊക്കെ ഓർമ്മ വരികയാണ്. പച്ചയെടുത്തി എന്നാണ് അവരെ വിളിക്കുന്നത്. അപ്പോൾ
പച്ചയെടുത്തേക്ക് കേൾക്കണ്ടാവോ എന്നെ, എന്നാലും എല്ലാവർക്കും ഹൈ കേൾക്കുന്നവർക്ക് ശ്രീദേച്ചി എല്ലാ ദിവസവും കേൾക്കും. അതായത് ഈ തത്ത ചേച്ചി എല്ലാ ദിവസവും കേൾക്കും. ഞാൻ തത്ത ചേച്ചി എന്ന് വിളിക്കാറില്ല കേട്ടോ, പക്ഷേ ചേച്ചിയുടെ പെറ്റ് നെയിമാണ് തത്ത. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവുമല്ലേ അങ്ങനെയൊക്കെ ഓരോ പെറ്റ് നെയിംസ് ഒക്കെ. എൻ്റെ പെറ്റ് നെയിം മോൾട്ടി എന്നാണ്. മോളൂട്ടി എന്നുള്ളത് ഇങ്ങനെ ചെറുതായി മോൾട്ടി എന്നാണ് എൻ്റെ അച്ഛനും അമ്മേനെ വിളിക്കുക. എൻ്റെ ബ്രദറും എന്നെ എങ്ങനെയാണ് വിളിക്കുക. അവൻ്റെ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ എങ്ങനെയാണ് വിളിക്കുക, മോൾട്ടി ചേച്ചി. പിന്നെ അതൊക്കെയാണ് എൻ്റെ കുടുംബവിശേഷങ്ങൾ. പിന്നെ ഈ കളേഴ്സിനെ പറ്റി പറയുമ്പോൾ ഞാനില്ലേ, ഇത് പല പല സമയത്തായിട്ട് ഞാൻ ഗ്യാദർ ചെയ്തതാണ് ഈ സാരി. പക്ഷേ ഇത് നമുക്കൊരു ഭയങ്കര അട്രാക്ഷൻ ആട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ആ ഒരു ഇതിങ്ങനെ നേരിയതാണ്, നമുക്ക് ഒട്ടും ചൂട് തോന്നൂല. ഇതിൻ്റെ തന്നെ ബ്ലൗസും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ബ്ലൗസും കൂടെ ഇട്ടിട്ട് വന്നത് എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച കളർ, അത് അടിക്കുന്ന പച്ച പോലെ ആയിപ്പോവും. അത് വേണ്ട. അപ്പം അതുകൊണ്ട് ഇത് മതി എന്ന് വിചാരിച്ചു ഞാൻ. ശരി, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരട്ടെ കേട്ടോ. ഒരു ഹസ്ബൻഡ് വീട് വാങ്ങിക്കുകയാണ്. വീട് വാങ്ങിക്കുമ്പം വീട് രണ്ടുപേരുടെയും കൂടെ പേരിൽ വേണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് കേട്ടോ ഇന്നത്തെ കാലത്ത്. അതാണ് നല്ലതും. കാരണം ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് മമ്മൂട്ടി പറഞ്ഞ അതേ റിലേഷനാണ്. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നവരാണ്. ഭാര്യ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ബ്ലഡ് റിലേറ്റീവ് അല്ലാത്തത്, അല്ലേ? ബാക്കി എല്ലാവരും നിങ്ങളുടെ ബ്ലഡ് റിലേറ്റീവാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലും അവരെയാണ് സന്തോഷപ്പെടുത്തുകയും അവരെ നമ്മൾ കൂടെ നിർത്തണം. കാരണം അവർക്കൊരു ഇൻസെക്യൂരിറ്റി തോന്നാൻ പാടില്ല എന്ന് മമ്മൂക്ക ഒരു ഇതിൽ ഇൻ്റർവ്യൂവിൽ പറയണ്ടായിരുന്നില്ല. അത് നല്ലൊരു അറിവാണ് ആൺ പ്രജകൾക്ക് കൊടുക്കേണ്ട. പ്രജകൾ എന്ന് പറഞ്ഞാൽ ഒരു ചീത്ത പറയും, മമ്മൂക്കയുടെ പ്രജകളാണോ ഞങ്ങളെന്ന്. അല്ല, ഞാനതല്ല ഉദ്ദേശിച്ചത്. ആൺ വർഗം എന്ന് പറയുമ്പോൾ ഒരു രസമില്ലല്ലോ പറയാനായിട്ട്. അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഉപദേശമാണ് ഭാര്യമാരെ അന്യോന്യം ബഹുമാനിക്കുക. ഭാര്യനെ മാത്രം ബഹുമാനിക്കാതെ വിട്ടിട്ട് അവരെന്തോ നമ്മളുടെ സ്വന്തം ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ടുള്ളൊരു റിലേഷനാണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത്. അവർ നമ്മളുടെ ജോലികൾ, അതായത് ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ദൈവം ഉണ്ടാക്കി വിട്ടേക്കുന്ന ഒരു സൃഷ്ടി പോലെയാണ് ചില ഹസ്ബൻഡ്സിന് ഭാര്യമാർ. എല്ലാവർക്കും അങ്ങനെയല്ല, പക്ഷേ ചിലർ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ അടിയിൽ വന്നിട്ട് പറയരുത് ചേച്ചി എൻ്റെ ഭർത്താവ് ഉഗ്രനാട്ടോ എന്ന് പറഞ്ഞേക്കരുത്. എല്ലാവരും അങ്ങനെ പറയുന്നതാണ് നല്ലത്. പക്ഷെ ചിലർക്ക് അത് പറയാനുള്ള ഭാഗ്യം ഇല്ലാത്തവരും ഉണ്ടാകും. അവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വീട് മേടിക്കാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ രണ്ടുപേരുടെയും, കാരണം ഒരു വീടൊക്കെ ഒരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ സ്വപ്നമാണേ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഭാര്യയ്ക്കുള്ള ചെറിയ സ്വർണ്ണമൊക്കെ ചിലപ്പോൾ എടുത്തെന്നിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലേ അത് പൂർത്തിയാവുള്ളൂ. കല്യാണം കഴിച്ചു നോക്കണം, വീട് പണിത് നോക്കണം, അപ്പോഴേ നമ്മളുടെ സാമ്പത്തികം എത്ര സ്ട്രോങ് ആണെന്ന് അറിയുള്ളൂ എന്ന് പറയില്ലേ. അതുപോലെ തന്നെയാണ്. അപ്പം ഭാര്യയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണ്ണമോ അതൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്കും ഒരു സെക്യൂരിറ്റി തോന്നണ്ടേ. അതുകൊണ്ടാണ് അവരുടെയും കൂടെ പേരിൽ വീട് എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നത്. ഞങ്ങൾ ആദ്യം വാങ്ങിച്ചതും അങ്ങനെ തന്നെ, എപ്പോഴും വാങ്ങിക്കുമ്പോഴെല്ലാം അങ്ങനെ തന്നെയാട്ടോ ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. അരവിന്ദിന് അത്ര അറിവ് ഇങ്ങനെ ഇത്ര കാര്യത്തിലില്ല. അപ്പോൾ ലോൺ എടുക്കാൻ പോകുന്നത് കൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ പേരിൽ മാത്രം വെച്ചാൽ പോരെ വീട്, കാരണം ഞാനല്ലേ ലോൺ ആദ്യം എടുത്ത് പോകുന്ന പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെയല്ല, എൻ്റെ ഗോൾഡും എല്ലാം എടുത്തിട്ടാണ് അതിൻ്റെ സീഡ് മണി കൊടുത്തത്, എന്തായാലും പറയുന്നത് അഡ്വാൻസ് മണി കൊടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു അതെനിക്ക് അദ്ദേഹത്തിന് വിശ്വാസമില്ല കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നാളെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്നെ ഒഴിവാക്കും, അങ്ങനെ അതല്ലായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. എൻ്റെ മനസ്സിലെ ചിന്ത എനിക്കൊരു സെക്യൂരിറ്റി വേണം, അല്ലേ? എൻ്റെ മനസ്സിലെന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനും ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത്രയും കൊണ്ടുവരുന്നില്ലായിരുന്നു ആ സമയത്ത്. ഞാനും ചെയ്യുന്നുണ്ട്. ഞാനും എൻ്റെ ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഐ ആം ഓൾസോ ഇൻവെസ്റ്റിംഗ് ഇൻ ദാറ്റ്, അല്ലേ? പൈസ ഞാൻ എൻ്റെ ഗോൾഡ് കൊടുക്കുന്നില്ലേ, ഈ ഗോൾഡ് കൊടുക്കുമ്പോഴേ നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതും വിവാഹത്തിന് അണിഞ്ഞതും ഒക്കെ കൊടുക്കുമ്പോൾ നെഞ്ചു പൊട്ടും, സ്ത്രീകളുടെ നെഞ്ച് പൊട്ടും. അപ്പോൾ ആ പൊട്ടലും ഒഴിവാക്കാം. എങ്ങനെ? ഈ പറഞ്ഞ പോലെ നിൻ്റെ പേരിലും കൂടെ വാങ്ങിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് ഒഴിവാക്കാം. പിന്നെ സ്ത്രീകളുടെ നെഞ്ച് പൊട്ടേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ സ്ത്രീകളോട് പറയാൻ വരുന്നത്. എന്താണെന്നോ, നമുക്ക് ഒരു വീട് എന്ന് പറയുന്ന സ്വപ്നം ചെറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു ശരാശരി മലയാളി. സോറി വെള്ളം കൊണ്ടുവന്ന് വെക്കണം എന്ന് പറഞ്ഞു. ഒരു ശരാശരി മലയാളി എപ്പോഴും തൻ്റെ സ്വപ്നങ്ങൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ മുതൽ
ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്വപ്നം സ്വന്തമായിട്ട് വീടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അങ്ങനെ സ്വപ്നം കണ്ട് 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 കെട്ടിയ വീടാണ് ഞാൻ ചെന്നൈയിൽ. അതിൻ്റെ റീലിട്ടിട്ടുണ്ട് കേട്ടോ, പുറം ഭാഗം കാണണം എന്നുള്ളവർ പോയിട്ട് ആ റീലൊന്ന് നോക്കൂ കേട്ടോ. വേർ ഇസ് ദിസ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇതിനകത്ത് എൻ്റെ ഇതിൽ റീൽസ് ആയിട്ടുണ്ട്. മിക്കവാറും കുറച്ച് പേരൊക്കെ കണ്ടെന്ന് തോന്നുന്നു. വീട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒരു റീലായിട്ട് ഇട്ടതാണ്. അപ്പം നിങ്ങൾ പുറത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്തുമായിരുന്നു എൻ്റെ സ്വപ്നത്തിലുള്ള അത് സ്വപ്നത്തിലുള്ള ഭവനമാണോ എന്നല്ല, ഞാൻ ആണെന്ന് കാണിക്കാനല്ല, അതാണ് ഞാൻ അവിടെ നിന്ന് വിട്ടിട്ട് പോകുന്നത്. എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നതെന്ന് കാണിക്കാൻ വേണ്ടി അതിട്ടത്. പോയി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ വീട്, ആ വീട് വിട്ടിട്ട് പോന്നപ്പോൾ എനിക്കുണ്ടായ ഒരു ലെറ്റ് ഗോ മൈൻഡ് ഞാൻ ഉണ്ടാക്കിയെടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ല, ആ വിഷമം മാറ്റാനായിട്ട്. അത് തന്നെ അപ്ലൈ ചെയ്താൽ മതി. എന്നോട് ചിലരെ ചോദിച്ചു, ചേച്ചി സ്വർണ്ണം വിൽക്കാൻ ഭയങ്കര സങ്കടം അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു റീൽ ചെയ്യുന്നുണ്ട്, കാണൂ കേട്ടോ എന്ന് പറഞ്ഞു. അതാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്ന, പേര് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ബി ഹാപ്പി. നമ്മൾ ഒന്ന് കളയല്ലോ, നമ്മൾ അതുകൊണ്ട് നമ്മളൊരു അസറ്റ് ഉണ്ടാക്കുകയല്ലേ. പിന്നെ വീട് ചെലവും അതൊക്കെ കഴിഞ്ഞിട്ട് ഇത്തിരി ചേർത്ത് വെച്ച് വാങ്ങിച്ചോളൂ. സ്വർണ്ണത്തിന് വില കൂടിയെന്ന് വെച്ച് കുഴപ്പമില്ല, ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് പോയത് നമുക്കൊരു വിഷമം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേശ്ശെ മേടിക്കുക കേട്ടോ. അങ്ങനെ എല്ലാം പോയതിന് ശേഷം ഞാൻ കുറേശ്ശെ വാങ്ങിച്ച് പിന്നെ എടുത്തതാണ് എൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ. ഗോൾഡ് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ഈ ഗോൾഡിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ആളുകൾ പറയുമോ നിങ്ങൾ എന്തൊരു മെറ്റീരിയലിസ്റ്റിക്കാണ്, എന്താ കുഴപ്പം? ആ ഗോൾഡ് ഉണ്ടെങ്കിലല്ലേ നമുക്കതൊരു, സ്ത്രീകൾക്കതൊരു വലിയ എന്താ പറയുക, ഒരു സെക്യൂരിറ്റി തന്നെ കേട്ടോ. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഇപ്പോൾ ആ ഗോൾഡ് വിൽക്കുമ്പോൾ അയ്യോ കൈവിട്ട് പോയല്ലോ എന്ന് തോന്നുന്നത്. സാരമില്ല, അത് നമ്മൾക്ക് യങ്സ്റ്റേഴ്സ് അല്ലേ ഇപ്പം നിങ്ങളൊക്കെ, അപ്പോൾ യു ക്യാൻ ബൈ ദാറ്റ്. അത് ധൈര്യമായിട്ട് കൊടുത്തോളൂ. ഒരു കാര്യം, വൺ ബ്രിക്ക് അറ്റ് എ ടൈം എന്ന് പറഞ്ഞ പോലെ ആട്ടെ. നമുക്കൊരു കുടുംബമല്ലേ ആയി വരുന്നത്, നമുക്കൊരു വീട്, നമ്മളുടെ കൂരയല്ലേ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ചിന്തിക്കൂ. ഒന്നും വെറുതെ കളയുന്ന ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ ഗണത്തിൽപ്പെട്ട ഹസ്ബൻഡ്സ് ഒക്കെ അത് കൊണ്ടുപോയി വിറ്റ് പണയം വെച്ചും കള്ളു കുടിച്ചും കളയുന്ന ഹസ്ബൻഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാനെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് അതൊക്കെ അനാമത്താക്കി കളയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു വീടിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് എടുത്തു കൊടുക്കുമ്പോൾ അല്ലേ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ ഖനം പോകാൻ വേണ്ടിയിട്ട് ലെറ്റ് ഗോ പ്രിൻസിപ്പിൾ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. അത് ചെയ്താൽ മതിനേ. പിന്നെ എന്ത് ചെയ്യണം, രാത്രി ഉറങ്ങുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രെയർ എന്ന് പറയണം. അത് കുറേ ഇപ്പം നമ്മൾ ഗൂഗിളിൽ കാണാറില്ലേ ഗ്രാറ്റിറ്റ്യൂഡ് പ്രെയർ, അത് ചെയ്താൽ മതി. നമ്മുടെ മനസ്സങ്ങോട്ടും വിഷമം അങ്ങ് മാറും. നമുക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങ് പറഞ്ഞോളൂ. രാത്രി ആരും കേൾക്കാതെ മനസ്സിലോ അല്ലെങ്കിൽ ബുക്കിൽ എന്തിലെങ്കിലും എഴുതും എല്ലാ ദിവസവും. രാവിലെയും എഴുതാട്ടോ, എഴുന്നേറ്റ് വരുമ്പോഴും എഴുതാം ഗ്രാറ്റിറ്റ്യൂഡ് പ്രെയർ. അതെന്തിനാണെന്നറിയോ, നന്ദിക്കടൻ അതെപ്പോഴും നമ്മൾ വെക്കുക പ്രകൃതിയോടും മറ്റുള്ള. നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്, യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ആ എനർജി കൊണ്ടാണെന്ന് ഞാൻ പറയാറില്ലേ. അപ്പം അതുകൊണ്ട് ഓക്കെ. പിന്നെ ഇതിന് ഒരു നെഗറ്റീവ് തിങ് ഞാൻ പറയാൻ പോകട്ടോ. അത് പറയാതെ പറ്റില്ലല്ലോ, കാരണം ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണല്ലോ, അത് പറയട്ടെ. ഈ ഗോൾഡുമായിട്ടേ നാത്തുമാർ കയറി വരുമ്പോഴേ, ഇപ്പം എന്നെ പറഞ്ഞാൽ എൻ്റെ എല്ലാവർക്കും മനസ്സിലാവും, കയറി വരുമ്പോൾ ആ വീട്ടിൽ കല്യാണം കഴിക്കാത്ത പെൺകുട്ടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരുപാട് എൻ്റെ പിന്നെ അൽഫോൺസാമ്മമാരൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ സാധാരണക്കാരുടെ കാര്യം പറയണേ. അവർക്ക് അതുപോലെയൊക്കെ വേണമെന്ന് തോന്നിയേക്കാം, ആഗ്രഹം ഉണ്ടാകും, മനുഷ്യരാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ വരുന്ന പെൺകുട്ടിക്കും പറ്റില്ല, അവിടെ ഉള്ള പെൺകുട്ടിക്കും പറ്റില്ല. അപ്പോൾ ആരാണ് അതിന് ടേക്ക് കെയർ ചെയ്യേണ്ടത്? അതായത് ഇപ്പോഴും എന്ന് ഞാൻ പറയുന്നു, വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, വിവാഹം കഴിക്കാതെ നിൽക്കുന്ന പെൺകുട്ടി ഉണ്ടെങ്കിൽ, ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ട് നിങ്ങൾ മകനെ വിവാഹം കഴിപ്പിക്കൂ. മകൻ്റെ വിവാഹം ഉറപ്പിച്ച് വെച്ചോളൂ. എന്നിട്ട് അവരോട് പറയൂ, ഞങ്ങളിപ്പം തന്നെ മകളുടെ വിവാഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അടുത്ത് തന്നെ ഉണ്ടാവും, 6 months ഗ്യാപ്പിനുള്ളിൽ നമുക്ക് നടത്താം എന്ന് പറയൂ കേട്ടോ. അതായിരിക്കും നല്ലത്. എല്ലാവരും പറയും ഉറപ്പിച്ചു വെച്ചിട്ട് നീട്ടുന്നത്, അതും കഷ്ടം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ രണ്ടുപേരും തമ്മിൽ കൂടുതൽ അടുക്കും, ചിലപ്പോൾ ഇങ്ങനെയാകും. കാരണം ഇവൻ്റെ രണ്ടു കൂട്ടരുടെയും നെഗറ്റീവ്സ് ഒക്കെ പുറത്തേക്ക് വരും 6 മാസം ആകുമ്പോഴേക്കും. പക്ഷെ അത് നടക്കാനുള്ളതാണെങ്കിൽ നടന്നിരിക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുമ്പോട്ട് പോവുക. പക്ഷെ നിങ്ങളുടെ മകളെ, ഇപ്പം എനിക്ക് ഒരു മോളുള്ളൂ കേട്ടോ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് അഡ്വൈസ് തരാം. പക്ഷേ ഞാൻ നോക്കുന്നു, എൻ്റെ മകൾ കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിലെ എനിക്കിഷ്ടം വിവാഹിതയായ സിസ്റ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്കൊരു ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മെൻറ്റാലിറ്റിയുള്ള, അനുജിത്തിയാണെങ്കിലും മൂത്തതാണെങ്കിലും, ഒരു പയ്യൻ്റെ മൂത്തതാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഇളയതാണെങ്കിലും
ഒരു 3 to 4 ഇയേഴ്സിൻ്റെ ഗ്യാപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ യു ക്യാൻ മാനേജ് ദറ്റ് ഗേൾ ക്യാൻ ഗെറ്റ് മാരീഡ് ഫസ്റ്റ് എന്നല്ലേ. അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു ചെറിയ ഇപ്പം ചേച്ചി പണ്ടത്തെ കാര്യമല്ല കേട്ടോ ഞാൻ പറയണേ. ഇപ്പോഴും എല്ലാ മനുഷ്യൻ്റെ മനസ്സാണത്. അവർ ചീത്തയായതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന നാത്തും ചീത്തയായതുകൊണ്ടോ അവിടെ ഉള്ള നാത്തും ചീത്തയായതുകൊണ്ടല്ല. ഈ ഗോൾഡും പേളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് വശീകരണമുള്ള സാധനമാണ്. ഇപ്പം കുട്ടികൾക്ക് മനസ്സിനകത്തേക്ക് ഒരു ഇഷ്ടം തോന്നുന്ന സാധനമാണ്. കൊള്ളാലോ, അങ്ങനെ എനിക്കും വേണം ഇതുപോലെ. അത് പച്ച പരമാർത്ഥമാണ്. ഈ സാരി പോലെ പച്ച എനിക്ക് പറഞ്ഞു വരുമ്പോഴേ അതിനകത്തൊരു നാണക്കേടുണ്ട്, പക്ഷെ പറയാതെ വയ്യ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കേൾക്കുന്ന ആൾക്കാർ പറയരുത് ചേച്ചി നെഗറ്റീവ് അടിപ്പിക്കില്ലേ ഞങ്ങളുടെ സിസ്റ്ററിലോ ഒക്കെ എത്ര നല്ലതെന്ന് അറിയും. അതുകൊണ്ടല്ല മക്കളെ, അവിടെ നല്ലവരായിരിക്കും. അവർക്ക് ആദ്യം തന്നെ ഗോൾഡൊക്കെ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടവരാണെങ്കിൽ അവർക്ക് ഇതിനകത്തോട്ട് ഒരു ശ്രദ്ധയും ഉണ്ടാവില്ല. അതേസമയം ചെറുപ്പക്കാരികൾക്ക് അപ്പോൾ ഇതിനകത്ത് ചേച്ചി എന്താ വിചാരിച്ചാൽ ഞങ്ങളൊക്കെ അങ്ങനെയാണെന്നാണോ? ഒരിക്കലും ജനറലൈസ് ചെയ്യില്ലേ. ചില ആളുകൾ ചില സമയങ്ങളിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പെൺകുട്ടികൾക്ക് പൊതുവിൽ ഇങ്ങനെ അലങ്കാര ഭ്രമമുണ്ട്. ഒട്ടും അലങ്കാരം ഇല്ലാത്ത ഒരു കുട്ടിയാണ് എൻ്റെ മകള്. ബട്ട് സ്റ്റിൽ മോളും പറയും എനിക്കിങ്ങനെ ചില പീസസ് ഒക്കെ കാണുമ്പോൾ, ചില കമ്മലൊക്കെ കാണുമ്പോൾ മോള് പറയും അമ്മ അതെനിക്ക് വാങ്ങിത്തരാൻ പറ്റുമോ, എനിക്ക് അതാ ഇഷ്ടമായതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് എല്ലാവർക്കും ഉണ്ട് മനസ്സിൽ ആ ഒരു ഈ സ്പീഷീസിന്, അതായത് നമ്മുടെ ഈ ഫീമെയിൽ സ്പീഷീസിന് പിന്നെ അതൊന്നുമില്ലാതെ നടക്കുന്ന ഒരു ബുദ്ധിജീവി പരിവേഷമുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അവരെന്നോട് വഴക്കിന് വരല്ലേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര തരം താഴ്ന്ന ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ, ഗോൾഡിൻ്റെ പുറകെ പോകാനൊക്കെ ചിലർ പറഞ്ഞേക്കാം. പക്ഷെ ഞാൻ അങ്ങനെയുള്ളവരോടല്ല സംസാരിക്കുന്നത്. കുറച്ച് സ്ത്രീത്വമുള്ള അല്ലെങ്കിൽ സ്ത്രീ വിഷയം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമുള്ള സ്ത്രീകളോടാട്ടോ. അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സോറി, അത് നിങ്ങളുടേതായിട്ട് എടുക്കണ്ട. ഞാൻ അതുള്ളവരോടാണേ പറയണേ. അതുകൊണ്ട് അതൊരു നെഗറ്റീവ് കൊണോട്ടേഷനിലൊന്നും എടുക്കരുത്. എൻ്റെ അനുഭവങ്ങളാണല്ലോ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ കണ്ട സ്ത്രീകൾ എന്ന് വേണമെങ്കിൽ ഞാൻ ഇതിന് ടോപ്പിക്കിന് പേരിടാം കേട്ടോ. ഞാൻ കണ്ട സ്ത്രീകൾ ഇൻക്ലൂഡിങ് മീ എന്നാണ്. ബിക്കോസ് ഞാനും അതുപോലെ ഈ കാലണ്ടേഴ്സൊക്കെ വരൂലേ, പണ്ട് കാലണ്ടേഴ്സേ ഉള്ളൂ. ഇപ്പോഴത്തെ പോലെ ഗൂഗിളോ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ അതൊന്നുമില്ല. ഷാലിമാർ പെയിൻസിൻ്റെ കാലണ്ടേഴ്സ് വരും. അതിൽ നോക്കിയിരുന്നിട്ടുണ്ട് ഞാൻ ശ്രീദേവിനെയും. പിന്നെ ശ്രീദേവിയാണ് എനിക്ക് കുറേ ഓർമ്മ വരുന്നത് കേട്ടോ, നമ്മുടെ ബോളിവുഡ് ആക്ടർ. പിന്നെ വേറൊരു ബംഗാളി ആക്ടർ ഉണ്ടായിരുന്നു. അയ്യോ, അവരുടെ രണ്ടുപേരുടെയും അതിനകത്ത് വരുമായിരുന്നു ഇങ്ങനെ മാറിയിട്ട്. സോ ഐ യൂസ് ടു റിയലി ഗോ ആൻഡ് സിറ്റ് ആൻഡ് സീ. അയ്യോ ഇതുപോലെ നല്ലതായിരിക്കും അല്ലേ, ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ ഇങ്ങനത്തെ. അത് തെറ്റാണോ? എനിക്ക് തോന്നിയിട്ടില്ല അത് തെറ്റാണെന്ന്. ഞാൻ ചെയ്തുകൊണ്ടല്ല, കൂടുതൽ ഭ്രമം അതിനോട് മാത്രമാകുമ്പോഴാണ് അത് തെറ്റാകുന്നത്. അല്ലാതെ ഗോൾഡ് അണിയണം എന്ന് ഉള്ളതോ അല്ലെങ്കിൽ ഒരു 2-3 ഒരു ചെറിയ മുക്കുത്തിക്ക് വേണ്ടിയിട്ട് ആ സിനിമയിൽ പറയണ്ടല്ലോ, അതിൻ്റെ സിനിമയുടെ പേര് ഇപ്പോഴും പറഞ്ഞു, 6-ാം തമ്പുരാനിൽ നമ്മുടെ ഈ പുള്ളിക്കാരത്തി ഇപ്പോഴത്തെ ദിലീപിൻ്റെ വൈഫ് മഞ്ജു വാര്യർ പറയണില്ലേ, ഒരിത്തിരിപ്പോളം പൊന്നുണ്ടായതാ, ഒരു മൂക്കുത്തിയെങ്കിലും അണിയണ്ടേ, ഒരു പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറയണില്ലേ. ഒരു സീൻ ഓർമ്മയുണ്ടാ, നമ്മുടെ ഒടുവിലാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അതിനകത്ത് കണ്ടില്ലേ. അവർക്ക് പോലും ഉള്ള സ്വത്ത് വെച്ചിട്ട് ഒരു കുഞ്ഞു മൂക്കുത്തിയാണെങ്കിൽ അണിയണം എന്ന് ഉണ്ട് അല്ലേ. അപ്പോൾ അത് സ്വാഭാവികം മാത്രമാണ്, സ്ത്രീകൾക്കുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് അത് അലങ്കരിക്കുന്നത്. നിങ്ങൾ ശാകുന്തളം വായിച്ചിട്ടില്ലേ? ശകുന്തളയെ യാത്രയാക്കുന്നത് കാളിദാസൻ വർണ്ണിക്കുന്നുണ്ട്. അതിലെങ്ങനെയാണ് വർണ്ണിക്കണേന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഗൗതമി എന്ന് പറയുന്ന മുത്തശ്ശി, അവിടുത്തെ അമ്മ പറയണ, ഈശ്വര ഈ കുട്ടിയെ കൊണ്ടുപോയി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ആക്കണ്ടേ, എന്താ നമ്മൾ ചെയ്യുക അല്ലേ. കാരണം ശകുന്തള അവിടെ കാട്ടിൽ വളർന്ന കുട്ടിയാണ്. ശകുന്തളയുടെ കാതിലും കഴുത്തിലും ഒക്കെ പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങളാണ്. കാതിൽ മഞ്ഞ കളറിലൊരു പൂ പോലത്തെ ഇത് അല്ലേ, കഴുത്തിൽ മുല്ലപ്പൂ മാല, അതൊക്കെയല്ലേ ശകുന്തളയെ നമ്മൾ കാണുന്നത് അല്ലേ. നമ്മൾ കണ്ടേക്കുന്ന സീരിയലുകളിലും പിന്നെ നമ്മുടെ രാജാ രവിവർമ്മ വരച്ച് കാട്ടുന്ന ശകുന്തളയൊക്കെയല്ലേ നമ്മൾ കണ്ടിരിക്കുന്നത്. കാല് പൊക്കി ദർഭപ്പുല്ല് എടുത്തു കളയുന്ന ശകുന്തള അല്ലേ. ദുഷ്യന്ത മഹാരാജാവിനെ ഒന്നുകൂടെ കാണാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു നോക്കുന്നതാണ്, കാലിൽ മുള്ളുകൊണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ശകുന്തളയാണ് നമ്മുടെ മനസ്സിൽ. ശകുന്തള അങ്ങനെയാണ് ജീവിച്ചത്. എന്നാൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് യാത്രയാക്കുമ്പോൾ കുട്ടിക്ക് ഒരു മഹാരാജാവിൻ്റെ പത്നിയാകാൻ പോകുന്ന ഈ കുട്ടിക്ക് അതിനുള്ള ഇതൊക്കെ കൊടുക്കണ്ടേ എന്ന് ഗൗതമി മുത്തശ്ശി പറഞ്ഞിട്ട് ഓരോ മരങ്ങളിലും കൊണ്ടുവന്ന് മേനക
അതായത് കുട്ടിയുടെ അമ്മയില്ലേ, ശരിക്കുള്ള അമ്മ കൊണ്ടുവന്ന് സ്വർണങ്ങൾ കൊണ്ടുവന്ന് ഇടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിച്ചിട്ടില്ലേ? അതാണ് അത് തന്നെയാണ് കവിഭാവനയിൽ കൂടിയും ഒരു എന്താ പറയുക, സ്ത്രീയുടെ മനസ്സ് എന്ന് പറയുന്നത് അലങ്കരിക്കപ്പെടാനും ഇഷ്ടമുള്ള ഒരു മനസ്സാണ്. അപ്പോൾ പുരാതന കാലം മുതലേ അങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ അത് മാറ്റണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാറ്റാം, എനിക്ക് ആഗ്രഹമില്ല മാറ്റാനായിട്ട് കേട്ടോ. പക്ഷേ ഒരു പരിധി വിട്ട് വേണ്ട. കാരണം ഒരു പരിധി വിട്ട് ഉള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികൾക്കും വിനയായേക്കാം, അത് പെൺകുട്ടികൾക്കും അത് വിനയായേക്കാം. അത് കാണുന്ന അമ്മായിയമ്മമാർക്കും തങ്ങളുടെ എന്താ പറയുക, മകനെ സ്വാധീനിച്ച് അല്ലെങ്കിൽ അത് വേണം എന്നുള്ള ആഗ്രഹങ്ങളും ഒക്കെ വന്നേക്കാം. അതുകൊണ്ട് എല്ലാം മിതമായിരിക്കണം, ബാലൻസ്ഡ് വേ ഓഫ് ലിവിങ്. സോ ടുഡേയ്സ് ടേക്ക് അവേ ഈസ് സ്വർണം നല്ലത് തന്നെയാണ്, പക്ഷെ ബാലൻസ്ഡ് ആയിരിക്കണം. അത് വീടിന് വേണ്ടിയിട്ട് എടുത്ത് വിറ്റു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം രണ്ടുപേരുടെയും പേരിലാവുമ്പോൾ അത് പ്രശ്നമില്ല, അത് പിന്നെ അങ്ങ് മേടിക്കാം, നമുക്ക് സന്തോഷമായിട്ടിരിക്കുക. ലെറ്റ് ഗോ പ്രിൻസിപ്പിൾ അങ്ങ് അപ്ലൈ ചെയ്യുക ചേച്ചി പറയണ പോലെ. കാരണം ഞാനിപ്പോൾ ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്, എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ലേ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു വിഷമങ്ങളൊക്കെ വരും. എൻ്റെ മോളും ഹസ്ബൻഡും ഒക്കെ പല സ്ഥലത്തായിപ്പോയല്ലോ, ഞങ്ങൾക്ക് ഇനി ഒരു വർഷം കൂടെ എടുക്കും ഇതെല്ലാം ശരിയാക്കി എടുക്കാൻ, അങ്ങനെ ഒരു ബിക്കോസ് ഹി ഈസ് ഇൻ ദ സൈറ്റ്. അപ്പം നമുക്ക് അങ്ങനെ തോന്നുമ്പോൾ ഞാൻ എനിക്ക് സാരില്ല, അച്ഛൻ്റെ അമ്മയുടെ അല്ലേ കൂടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ വന്ന് നിൽക്കില്ലല്ലോ അല്ലേ. എപ്പോഴും വിവാഹം കഴിഞ്ഞ് പോയ ഒരു മക്കൾ ഒത്തിരി കാലമൊന്നും വന്ന് നിൽക്കുകയുമില്ല, അത് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കാറുമില്ല. പക്ഷെ ഇപ്പം ഞാനത് നിർബന്ധിതമായി ഇവിടെ വന്ന് നിൽക്കാനായിട്ട് അല്ലേ. അപ്പം ഞാനും എന്ത് വിചാരിച്ചു, ഒന്ന് ഇല്ലെങ്കിലും അത് നെഗറ്റീവൊന്നുമല്ല, അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായത് ഇങ്ങനെ ഒരു പോസിറ്റീവ് സാഹചര്യമാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നൊക്കെ വിചാരിച്ച് മുമ്പോട്ട് പോന്നു. സോ ചിയേഴ്സ്, നാളെ വീണ്ടും വരാം കേട്ടോ. ഇന്നത്തെ പച്ചക്കളിയാണ്, നാളെ വേറെ ഏതെങ്കിലും ഒരെണ്ണുണ്ട്, കുറച്ചുണ്ട് സാരീസ് ഈ കളറിൽ, അത് ഫുൾ സീരീസാണ് ഇപ്പം. ഓക്കെ ദെൻ, ചിയേഴ്സ്. സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കട്ടെ, 1 2 വെച്ചിട്ട്. താങ്ക് യു കേട്ടോ, താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് എനിവേ.